ഈ നേരം ലോറയുടെ വീട്ടിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോറയുടെ മുഖത്ത് ഒരുപാട് സന്തോഷമുണ്ടാവും. അപ്പോഴായിരിക്കും പൈപ്പർ ലോറയുടെ മുറിയിലേക്ക് കടന്നു വരുന്നു. ലോറ, നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് ചോദിച്ചിട്ട് ലോറ പറയും, ഞാൻ എൻ്റെ മകളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, കാത്തിയുടെ. അവൾക്ക് മഴയെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അവൾ മഴയത്ത് ഒരുപാട് കളിക്കുമായിരുന്നു. അപ്പോൾ പൈപ്പർ ലോറയെ കെട്ടിപ്പിടിച്ചിട്ട്, കാത്തി കാണാൻ എങ്ങനെയാണ്, അവൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് ചോദിക്കും. ലോറ പറയും, 12 വയസ്സായിരുന്നു അവൾക്ക്. ബ്രൗൺ ഹെയർ, മെലിഞ്ഞ പെൺകുട്ടി, ഒരുപാട് സുന്ദരിയായിരുന്നു അവൾ. ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും. അവളുടെ ലോകമായിരുന്നു ഞാൻ. അങ്ങനെ ഈ സീൻ കഴിയുമ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ആൻറ്റിയാണ് കാണിക്കുന്നത്. ആൻറ്റിയെ നമ്മുടെ ലോറ കാണാൻ ചെന്നിട്ടുണ്ട്. അപ്പം ആൻറ്റി ചോദിക്കും, എൻ്റെ അനിയത്തി പൈപ്പർ എവിടെയാന്ന്. ലോറ പറയും, പൈപ്പർക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ വീട്ടിലുണ്ട്, സേഫാണ്. പൈപ്പർ നിനക്ക് വേണ്ടി ഒരു സ്പ്രേ കൊടുത്തു വിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ എപ്പോഴും ഉപയോഗിക്കുന്ന സ്പ്രേ ലോറ ആൻറ്റിക്ക് കൊടുക്കും. അപ്പം ആൻറ്റി, പൈപ്പറെ മഴയത്ത് പുറത്തേക്ക് ഇറക്കരുത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞത് മഴയുള്ളപ്പോൾ അവൾ മരിക്കുമെന്നാ. എനിക്ക് പേടിയാവുന്നു. എന്തു വന്നാലും അവളെ മഴയത്ത് പുറത്തേക്ക് ഇറക്കരുത് എന്ന് പറയും. അപ്പം ലോറയുണ്ട്, നിന്റെ അച്ഛൻ ഷവറിൽ മരിച്ചതുകൊണ്ട് നീ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് നിനക്ക് വെള്ളം കാണുമ്പോഴുള്ള പേടി. അതേ വെള്ളത്തിൽ അനിയത്തിക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് നീ അനാവശ്യമായിട്ട് ഭയപ്പെടാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്റെ അച്ഛൻ ഷവറിൽ മരിച്ചതല്ല, ഞാൻ കൊന്നതായിരുന്നു എന്ന് കൂടെ ലോറ പറയുന്നുണ്ട്. പക്ഷെ ആൻറ്റിക്ക് അത് വ്യക്തമാവില്ല. എന്തായാലും അനിയത്തിയെ വെള്ളത്തിലേക്ക് ഇറക്കില്ല, നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് ലോറ വീട്ടിലേക്ക് തിരിച്ചു വരും. പക്ഷെ വന്ന ഉടനെ അവള് പൈപ്പറെ വിളിച്ച് പെയ്യുന്ന മഴയിലേക്ക് ഇറക്കുന്നുണ്ട്. വാ, നമുക്ക് മഴയത്ത് കളിക്കാമെന്നും പറഞ്ഞ്. കുറെ നേരം കളിച്ചു കഴിയുമ്പോൾ നിനക്കൊരു പുതിയ ഉടുപ്പ് തരാമെന്നും പറഞ്ഞ് ലോറ തന്റെ മകളുടെ പഴയൊരു സ്വെറ്റർ എടുത്ത് പൈപ്പറിനെ കൊണ്ട് ഉടുപ്പിക്കും. എന്നിട്ട് പൈപ്പറോട് പറയും, നിനക്ക് വേണമെങ്കിൽ എന്നെ അമ്മയെന്ന് വിളിക്കാമെന്ന്. അപ്പോൾ പൈപ്പർ ചിരിച്ചിട്ട്, മേ ബി ഞാൻ വിളിക്കാൻ ശ്രമിക്കാമെന്ന് പറയും. അപ്പൊ ലോറ, ആൻറ്റിക്ക് 18 വയസ്സായാൽ നിനക്ക് ആൻറ്റിയുടെ കൂടെ തന്നെ പോണോ? നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ താമസിക്കാമല്ലോ. അത് കേട്ട് പൈപ്പർ പറയും, എനിക്ക് ആൻറ്റിയുടെ കൂടെ താമസിക്കാനാണ് ഇഷ്ടം, ഞങ്ങൾ ഒരുമിച്ച് മാറാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ആഴ്ചയിൽ ഒരു തവണ ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാന്ന് പറയും. അപ്പൊ ലോറ ചിരിച്ചോണ്ട്, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം, വായോ എൻ്റെ കൂടെ എന്നും പറഞ്ഞ് പൈപ്പറെ വിളിച്ചോണ്ട് പോയി ഫ്രീസറിനകത്തുള്ള എന്തോ ഒരു സാധനം തൊട്ട് കാണിച്ചു കൊടുക്കും. പൈപ്പർക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ ലോറ പറയാണ്, അത് സാധാരണ മീറ്റാണ്, കുക്കിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന മീറ്റാണെന്ന്. എന്നാൽ നമ്മളെ കാണിക്കുമ്പോണ്ട് ഈ ലോറയുടെ മകളെ, മരിച്ചുപോയ മകളെ ലോറ ഇപ്പോഴും ഫ്രീസറിനകത്ത് തണുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ ബോഡി. അത് കഴിഞ്ഞ് പിറ്റേന്ന് ആൻറ്റിയുടെ ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞു അവനെ ലോറ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആൻറ്റിക്കാണെങ്കിൽ മനസ്സിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ ചോദിക്കും, എങ്ങനെ തെളിയിക്കും എന്നവൻ അറിയില്ല. ഇപ്പൊ തൽക്കാലം അനിയത്തിക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളോടൊരു ഹലോയും പറഞ്ഞിട്ട് ഇവൻ കിടന്നുറങ്ങുക. അന്ന് രാത്രി ലോറ വീണ്ടും വീണ്ടും ഈ പഴയ റിച്വലിന്റെ വീഡിയോ കാണുന്നുണ്ട്. ആ റിച്വൽസിൽ ഒരു ജഡത്തിൽ നിന്നും ആത്മാവിനെ എടുത്ത് മറ്റൊരു ശരീരത്തേക്ക് ഈ മന്ത്രവാദികൾ മാറ്റുന്നതായിട്ട് കാണാം. സോ അതേ റിച്വലാണ് ഇപ്പൊ നമ്മുടെ ലോറയും ചെയ്യാൻ ശ്രമിക്കുന്നത്. പിറ്റേന്ന് രാവിലെ പിള്ളേര് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ആ സമയത്ത് ലോറ ആൻറ്റി യൂസ് ചെയ്യുന്ന സ്പ്രേ എടുത്ത് തന്റെ ശരീരത്തടിച്ചിട്ട് നേരെ പൈപ്പർ അടുത്തേക്ക് ചെന്ന് പൈപ്പറെ കണ്ണിലേക്ക് ആഞ്ഞൊരിടിയും കൊടുത്ത് അവിടുന്ന് ഓടിക്കളയും. പൈപ്പർക്ക് ആരാണെന്ന് അറിയില്ലല്ലോ. കുറെ കഴിഞ്ഞ് ആൻറ്റി വന്ന് പൈപ്പറിനെ നോക്കുമ്പോൾ അവളുടെ കണ്ണ് വീങ്ങിക്കിടക്കുന്നു. നിനക്ക് എന്താ മോളെ പറ്റിയത്, നിന്നെ ആരാ ഇടിച്ചെന്ന് ചോദിക്കുമ്പോൾ പൈപ്പർ പറയും, ആരാണ് ചെയ്തതെന്നറിയില്ല, പക്ഷേ നിന്റെ മണമായിരുന്നു ആ ഇടിച്ച ആൾക്കുണ്ടായിരുന്നു. ഇത് പറഞ്ഞ ഉടനെ ലോറ, നീ സ്വന്തം അനിയത്തിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? അച്ഛനും അമ്മയും മരിച്ചു പോയതുകൊണ്ട് നിന്നെ വിശ്വസിച്ചിരിക്കുന്ന കണ്ണ് കാണാത്ത കുട്ടിയെ നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിന്റെ അച്ഛൻ നിന്നെ തല്ലിയതുകൊണ്ട് ഇവളെന്ത് തെറ്റാണ് ചെയ്ത്, ഇവളെ തല്ലാൻ പാടുണ്ടോ? ഇത് കേട്ട ഉടനെ പൈപ്പർ ചോദിക്കും, അച്ഛൻ നിന്നെ തല്ലിയിരുന്നോ? നീ അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ലോറ, അത് മാത്രമല്ല അവൻ പറയാത്ത, അവൻ ദിവസവും നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനെ സ്വപ്നം കാണുന്നുണ്ട്. അവന് ഷവറിൽ കുളിക്കാൻ ഭയമാണ്. ഒരുപാട് ട്രോമയുണ്ട് അവന്റെ തലയിൽ. അതൊക്കെ ചുറ്റുമുള്ളവരുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കേട്ടിട്ട് ആൻറ്റി പറയും, ലോറ നിർത്ത്, കൂടുതൽ സംസാരിക്കണ്ടെന്ന്. അപ്പൊ ലോറ, കൂടുതൽ സംസാരിച്ചാൽ എന്നെയും തല്ലുകൂടാന്ന് ചോദിച്ചിട്ട് അവന്റെ അടുത്തേക്ക് പോവാ. ആ സമയത്തായിരിക്കും ആൻറ്റി ഗ്ലാസ്സിൽ കൂടെ ഈ ഒലിവർ പുറത്തു നിൽക്കുന്ന കാണുന്നു. അവന്റെ മുഖമെല്ലാം ചുവന്ന് തലയിൽ 2 കൊമ്പുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ആൻറ്റി ഉടനെ ഓടിച്ചെന്ന് അവനെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും. അപ്പൊ ലോറ ആൻറ്റിയെ തടഞ്ഞ് അവന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുക. ആൻറ്റി ലോറയെ തള്ളിവിടുന്നു. എന്നിട്ട് ഓടിച്ചെന്ന് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ലോറ, അവൻ എന്നെ അടിച്ചു, അവൻ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായ ഒരു നാടകം ഉണ്ടാക്കി ആൻറ്റിയുമായിട്ട് വഴക്കിടാൻ ശ്രമിക്കും. അവന്റെ ഫോൺ ദൂരേക്ക് വലിച്ചെറിയും ചെയ്യും. ഇപ്പൊ ആൻറ്റി, ഇനിയും ശബ്ദിച്ചാൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് ലോറയുടെ കോളറിൽ പിടിച്ചിട്ട് ഭിത്തിയിലേക്ക് ആഞ്ഞിടിക്കുകയാണ്. അപ്പൊ പൈപ്പർ ഓടി വന്ന്, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളെ ജീവിച്ചോട്ടെ എന്നും പറഞ്ഞ് ചേട്ടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറയുക. എന്നിട്ട് അവൾ ലോറയുടെ ഭാഗത്തേക്ക് മാറി നിൽക്കും. ആൻറ്റിക്ക് ദേഷ്യം വന്ന് അവനൊന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. നേരെ കാറെടുത്ത് ഇവരെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റില്ലേ അവരുടെ ഓഫീസിലേക്കാണ് വരിക. നേരത്തെ ഇവരെ സഹായിച്ചൊരു ഓഫീസറല്ലേ വെൻഡി, അവരെ കാണണമെന്ന് പറയും. അപ്പൊ അവിടുത്തെ ലേഡി, വെൻഡി വരാൻ കുറച്ചുകൂടെ സമയം കഴിയും, നിങ്ങൾ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് ആൻറ്റിയോട് ഇരിക്കാൻ പറയുക. ആൻറ്റി ഒരു ഭാഗത്ത് മാറി സീറ്റിലിരിക്കുമ്പോഴാണ് മിസ്സായ കുട്ടികളുടെ ഫോട്ടോയൊക്കെ നോട്ടീസ് ബോർഡിൽ കാണുന്നത്.
കാണുന്നു. അപ്പൊ അതില് ഈ ഒലിവർ ഫോട്ടോ കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ പേര് കോണർ ബേർഡ് ആണെന്നും വീട്ടിൽ നിന്നും ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ആ പയ്യന് നല്ല നീളൻ മുടിയുണ്ടായിരുന്നു, അതായത് ഒലിവറിന്. അതെല്ലാം കട്ട് ചെയ്ത് മൊട്ടയടിച്ച് ആ പയ്യനെ വീട്ടിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലോറ. കട്ട് ചെയ്താൽ ഈ സമയത്ത് ലോറ പൈപ്പറിനെ ടൗണിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. പൈപ്പർക്കൊരു ബ്ലൈൻഡ് ഗെയിം ഇഷ്ടമാണ്. വീട്ടിൽ ചില കലവില ഉണ്ടായതുകൊണ്ട് കുറച്ചു സമയം നീ ആ ഗെയിം കളിക്കുന്നത് നല്ലതാ, കളിച്ചോണ്ടിരിക്കെ ഞാൻ വീടെല്ലാം വൃത്തിയാക്കിയിട്ട് തിരിച്ചു വന്ന് നിന്നെ വിളിച്ചോണ്ട് പോവാന്നും പറഞ്ഞ് ലോറ പൈപ്പറെ പ്ലേ സ്റ്റേഷനിലും ആക്കിയിട്ട് തിരിച്ചു പോകും. ഈ സമയത്ത് ആന്റി ആ വെൻഡി എന്ന് പറയുന്ന ഓഫീസറെ കണ്ട് ആ ലേഡി ഒരു ചെറിയ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ വെൻഡി ആവട്ടെ, നീ നിന്റെ അനിയത്തിയെയും ലോറയെയും ഉപദ്രവിച്ചു എന്നാണ് ലോറ എന്നെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാത്രേ. നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നതാണ് വെൻഡി ആന്റിയോട് ചോദിക്കുന്നത്. അപ്പൊ ആന്റി പറയും, ആ സ്ത്രീ പറയുന്ന മൊത്തം പച്ചക്കള്ളാണ്. ഇപ്പൊ ആ കുഞ്ഞു പയ്യനെ മൊട്ടയടിച്ച് വീട്ടിൽ പിടിച്ചിരുത്തിരിക്കുക. ആ സ്ത്രീക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അവരടുത്തേക്കാണോ നിങ്ങൾ കുട്ടികൾ അയക്കുന്നത്? ഒരാളടുത്തേക്ക് കുട്ടികൾ അയക്കുന്നതിന് മുന്നേ അവരെങ്ങനെയുള്ളവരാണെന്ന് അന്വേഷിക്കെങ്കിലും വേണ്ടേ? ഇത് കേട്ട ആ ഓഫീസർ വെൻഡി പറയും, അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതേ ഓഫീസിൽ 20 വർഷത്തോളം ജോലി ചെയ്ത സ്ത്രീയാണ് അവര്. എത്രയോ പേരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്നേഹമുള്ള സ്ത്രീയാ, കുട്ടികളോട് ഒരുപാട് ഇഷ്ടമുള്ള സ്ത്രീയാ. അവരൊരാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. വെൻഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ലോറയുടെ വീട്ടിൽ ലോറ തിരിച്ച് വീട്ടിലെത്തുമ്പോഴുണ്ട് ഒലിവർ ആ വീടെല്ലാം വലിച്ചു വാരിയിട്ട് നാശമാക്കിയിരിക്കുന്നു. അവൻ ലോറയെ കണ്ടുടനെ ലോറയെ കടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. ലോറ അരുത്, സമയമായിട്ടില്ല, ഇത് ഞാനാണ്, എന്നൊന്നും ചെയ്യല്ലേന്ന് പറഞ്ഞ് പുറകിലേക്ക് മാറുന്നുണ്ട്. എന്നാലും ഒലിവർ ചാടി പിടിച്ച് ലോറയുടെ കയ്യിലെ ഒരു ഇറച്ചി കഷ്ണം കടിച്ചെടുത്തു. ലോറ പുറകിലേക്ക് മാറി ഒരു മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുക. എന്നിട്ട് ബ്ലഡ് പോകുന്നതുകൊണ്ട് കുറച്ചുനേരം അനങ്ങാൻ പറ്റാതെ നിലത്ത് കിടക്കും. ഈ സമയത്ത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിൽ നമ്മുടെ ആന്റി ആ കാണാതായ കുട്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. ഈ ചെറുക്കനെ ലോറ വിളിക്കുന്ന ഒലിവർ എന്നാ, അവന് സംസാരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നു. ഇത് കേട്ട വെൻഡി പറയും, ഒലിവർ എന്നോ? അത് ലോറയുടെ നെഫ്യൂടെ പേരാ. ആ പയ്യൻ മരിച്ചു പോയതാണല്ലോ, അവന് ചുവന്ന മുടിയുമാണ്. ആന്റി പറയും, അപ്പൊ അത് ഒലിവർ അല്ല, ഇതേ പയ്യൻ തന്നെയാണ്. നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചുതരാം. വെൻഡി ഉടനെ ഫോൺ എടുത്ത് ലോറയ്ക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആന്റി പറയും, ദയവ് ചെയ്ത് ഇപ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം, എന്റെ കൂടെ വായോ, ജസ്റ്റ് ഒന്ന് കൂടെ വായോ, ഞാൻ കാണിച്ചുതരാം, അവരെ വിളിക്കരുത്. ഇതും പറഞ്ഞ് അവരെ വീട്ടിലേക്ക് പുറപ്പെട്ടു വരിക. ആ സമയത്ത് ഇവിടെ ഒലിവർ ഉണ്ട്. ലോറയെ കയ്യിൽ കിട്ടാത്തോണ്ട് മേശ കടിച്ച് തിന്നാൻ തുടങ്ങും. അവന്റെ പല്ലെല്ലാം മുറിഞ്ഞു പോകുന്നുണ്ട്. മേശ തികയാത്തോണ്ട് സ്വന്തം ശരീരം കടിച്ച് പറിച്ചെടുത്ത് കഴിക്കുക. കയ്യിലൊരു പീസൊക്കെ കടിച്ചെടുത്തു. ആ സമയത്ത് ലോറ പതിയെ എഴുന്നേറ്റ് കയ്യിലൊരു തുണിയൊക്കെ ചുറ്റിയിട്ട് ഈ ഒലിവർ നിൽക്കുന്ന ഭാഗത്തേക്ക് വരും. അപ്പോൾ ഒലിവർ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങി മഴയത്ത് നനഞ്ഞുകൊണ്ടിരിക്കാവും. ലോറ ഉടനെ ഗ്ലാസിനടുത്തേക്ക് വന്ന് ഗ്ലാസിൽ വട്ടം വരച്ച് ഈ റഷ്യൻ മന്ത്രവും ചൊല്ലിയിട്ട് ഒലിവറെ കൺട്രോളിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ഒലിവറെ വിളിച്ചുകൊണ്ട് പോയി തന്റെ മോളെ ഫ്രീസറിനകത്ത് ഇട്ട് വെച്ചിട്ടല്ലേ ആ മുറിയിലേക്ക് കടത്തിവിടും. ഈ സമയത്ത് ആന്റിയും ഓഫീസർ വെൻഡിയും ലോറയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ആന്റി പൈപ്പറെ ഫോണിൽ വിളിച്ചിട്ട്, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പൈപ്പർ, കാരണം ഈ ലോകം എത്ര വൃത്തികെട്ടതാണെന്ന് നീ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ. നീ അത് അറിയേണ്ട ആവശ്യമില്ല, സൗന്ദര്യമുള്ള ലോകം മാത്രം നീ അറിഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ഛൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. നീ ഉറങ്ങുമ്പോഴും നീ വീട്ടിലില്ലാത്തപ്പോഴുമാണ് അച്ഛൻ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8 വയസ്സുള്ളപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നി, ഞാൻ നിന്നെ തല്ലിയിട്ടുണ്ട്. എന്നാൽ അതാലോചിച്ച് ഇക്കാലം അത്രയും ഞാൻ വേദനിച്ച് മരിക്കുകയായിരുന്നു. ഒരു നുള്ളു പോലും നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അതാണ് സത്യം. എന്നാൽ ഇന്നലെ രാത്രി നിന്നെ ഉപദ്രവിച്ച് ഞാനല്ല, അതാ സ്ത്രീയാ. നീ വിചാരിക്കുന്നത് പോലെയല്ല ആ സ്ത്രീ. ആ സ്ത്രീക്കൊരു വൃത്തികെട്ട ചീത്ത വശമുണ്ട്. അതെന്താണെന്ന് അവൾ പുറത്ത് കാണിക്കുന്നില്ല. അവൾ നിന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടിയാണ്. നീ ഇത് കേൾക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും നിന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആന്റി പറയുന്നതെല്ലാം പൈപ്പർ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ ലോറ കേൾക്കുന്നുണ്ടാവും. ലോറയുടെ കയ്യിലായിരിക്കും പൈപ്പറുടെ ഫോൺ. ആന്റി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വെൻഡി ഫോൺ വാങ്ങിച്ചിട്ട്, പൈപ്പർ പേടിക്കണ്ട, ഞാൻ അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്ന് പറയും. ലോറയാണല്ലോ ഇതെല്ലാം കേൾക്കുന്നത്. അധികം വൈകാതെ വെൻഡി തന്റെ വീട്ടിലേക്ക് എത്തുന്നു മനസ്സിലാക്കിയ ലോറ ഉടനെ ചാടിയിറങ്ങി ആ വീട് മുഴുവൻ വൃത്തിയാക്കാൻ തുടങ്ങും. വെൻഡി കാണുമ്പോൾ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചാടി എല്ലാം ക്ലീൻ ആക്കുക. അപ്പോഴേക്കും വെൻഡി പയ്യനുമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു. നീ കാറിനകത്ത് തന്നെ ഇരിക്കി, നീയാണോ ശരി ആ സ്ത്രീയാണോ ശരിയെന്ന് എനിക്ക് പരിശോധിക്കണമല്ലോ, അതുകൊണ്ട് മിണ്ടാതെ ഇതിനകത്ത് തന്നെ ഇരുന്നോന്നും പറഞ്ഞ് ചെറുക്കനെ കാറിനകത്ത് ഇരുത്തിയിട്ട് വെൻഡി നേരെ ലോറയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ലോറ കുളിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ ശരീരമൊക്കെ പൊതിഞ്ഞിട്ട്, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചെറുക്കൻ നിങ്ങളെയാണോ കാണാൻ വന്ന്, എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ വെൻഡി പറയും, അവൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നു, എന്നാലും നമുക്ക് ചില കടമകളില്ലേ, അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വന്നാണെന്ന് പറയും. എന്നിട്ട് ഇവര് മെല്ലെ വീടിനകത്തേക്ക് കടക്കുന്നു. ആ സമയത്ത് നമ്മുടെ പയ്യൻ ആന്റി അവൻ കാറിനകത്ത് വെറുതെ ഇരിക്കാതെ ഈ വീടിന് പിറകിൽ എന്താ സംഭവിക്കണമെന്നറിയാൻ വേണ്ടി വീടിന്റെ ബാക്ക് യാർഡിലേക്ക് ചെല്ലുക.
അപ്പോൾ അവിടെ ചില കോഴികളെ കൊന്നു തിന്നിട്ടിരിക്കുന്ന അവസ്ഥയിൽ എല്ലുകൾ കിടപ്പുണ്ടാവും. അത് കഴിഞ്ഞവൻ നേരെ ആ പൂട്ടി വെച്ചിരിക്കുന്ന സ്റ്റോർ റൂമിനടുത്ത് പോയിട്ട് അത് തുറക്കാൻ ശ്രമിക്കും. ഈ നേരത്ത് വീടെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെൻഡി വീട്ടിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചിറങ്ങാൻ നിൽക്കുക. അപ്പോഴായിരിക്കും ഇവിടെ ആന്റി ആ പൂട്ടി വെച്ചിരുന്ന സ്റ്റോർ റൂമിനകത്ത് ഒലിവർ ആ പെൺകുട്ടിയുടെ ജഡത്തിലെ കണ്ണ് കടിച്ച് തിന്നുന്ന കാണുന്നു. അവൻ ഞെട്ടിപ്പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. ഈ സമയത്ത് വെൻഡി നിന്നെ ബുദ്ധിമുട്ടിച്ചാലും ക്ഷമിക്കും മോളെ, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞ് ബൈ പറഞ്ഞിറങ്ങുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും വന്നോളൂന്ന് പറഞ്ഞ് ലോറ കൈ കൊണ്ട് മുഖം ഒന്ന് ചൊറിയും. അപ്പോഴായിരിക്കും കയ്യിലെ രക്തം മുഖത്തോടെ ഒരു ലൈനായിട്ട് വരിക. നിന്റെ കൈക്ക് എന്തു പറ്റി, കൈ മുറിഞ്ഞിട്ടുണ്ടോ എന്ന് വെൻഡി ചോദിക്കുക. ഈ സമയത്തായിരിക്കും ആന്റി മാഡം മാഡം മൂത്തമ്മച്ചി നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഇവിടെ പ്രേതം ഇത് കണ്ടു നോക്കപ്പം മനസ്സിലാവുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി വരുന്നു. പെട്ടെന്ന് ലോറ വെൻഡിയുടെ കൈ കയറി പിടിക്കും. വെൻഡി, നീ എന്റെ കൂട്ടുകാരിയാണ്, നിനക്കെന്നെ അറിയാം, എന്നെ ചതിക്കരുത്. ഞാനിതെല്ലാം ചെയ്യുന്നത് കാത്തിക്ക് വേണ്ടിയാ. കാത്തി തിരിച്ചു വരും, നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ അവളെ തിരിച്ചു വരണമെങ്കിൽ പൈപ്പർ അങ്ങോട്ട് പോണം. പൈപ്പറെ പറഞ്ഞു വിട്ടാലേ നമുക്ക് കാത്തിയെ കിട്ടുള്ളൂ. എനിക്ക് മറ്റാരുമില്ല, നിനക്കറിയാലോ. നീ എന്നെ സഹായിക്കണം, എന്നെ എതിർക്കരുത്, എന്നെ വിട്ടു പോകരുതെന്നും പറഞ്ഞ് ലോറ വെൻഡിയെ കെട്ടിപ്പിടിക്കുന്നു. വെൻഡിയാണെങ്കിൽ പേടിച്ച് ലോറയെ തള്ളിവിട്ട് നീ എന്തൊക്കെയാടി പെണ്ണെ പറയണേന്നും പറഞ്ഞ് പുറത്തേക്ക് ഓടി വരും. അപ്പോഴായിരിക്കും ആന്റി വന്ന് വെൻഡിയെ വിളിച്ചോണ്ട് പോകുന്നു. എന്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇവൻ വെൻഡിയെ കൊണ്ടുപോയി സ്റ്റോർ റൂം കാണിച്ചു കൊടുക്കും. അതിനകത്ത് ഒലിവർ ആ ജഡം തിന്നുന്നത് വെൻഡിയമ്മച്ചി കാണും. അവരും പേടിച്ച് ആന്റിയെ വിളിച്ച് ഇനി ഇവിടെ നിൽക്കണ്ട, ഓടിക്കോ, വേഗം കാറിനകത്ത് കയറുന്നും പറഞ്ഞ് ഇവര് കാറിനരികിലേക്ക് ഓടി വരുന്നു. അപ്പോഴായിരിക്കും ലോറ അവളുടെ കാറ് കൊണ്ടുവന്ന് ഈ വെൻഡിയമ്മച്ചീനെ ഇടിച്ചു കൊല്ലുന്നു. ഒറ്റയിടിക്ക് ലോറ അമ്മച്ചിയെ കൊന്നുകളഞ്ഞു. അതേ ഇടി കൊണ്ട് തെറിച്ചു വീണ നമ്മുടെ ആന്റി അവൻ ശ്വാസം കിട്ടാൻ വേണ്ടി കിടന്ന് പെടയുന്നുണ്ടാവും. ഈ ലോറ ആന്റിയുടെ അരികിലേക്ക് വന്ന് അവന്റെ മുഖം പിടിച്ച് വെള്ളത്തിലേക്ക് പൂഴ്ത്തിയിട്ട് അവനെയും ശ്വാസം മുട്ടിച്ച് കൊല്ലാണ് പാവം ചെറുക്കാൻ. ഇത് കഴിയുമ്പോൾ ലോറ ഉടുപ്പൊക്കെ മാറിയിട്ട് നേരെ പ്ലേ സ്റ്റേഷനിൽ ചെന്ന് പൈപ്പറിനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അവളെ കാറിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നാൽ പൈപ്പറിന് ഇതൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. അവൾക്ക് കാഴ്ചയില്ലാത്ത വലിയൊരു കുറവായിപ്പോയി പാവം. ഇവര് വീടിനകത്തേക്ക് തിരിച്ചു കയറി വരുമ്പോൾ പുതിയൊരു മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കും. പൈപ്പർ അത് ആരുടെ മൊബൈൽ ഫോണാണെന്ന് ചോദിക്കുന്നുണ്ട്. ലോറ പറയും എന്റെ തന്നെയാണ്, ഞാൻ റിംഗ് ടോൺ മാറ്റിയതാണെന്ന്. വീട് മുഴുവൻ രക്തം തളം കെട്ടിക്കിടപ്പുണ്ട്. എന്നാൽ പൈപ്പർ ഇതൊന്നും കാണുന്നില്ല. ലോറയാവട്ടെ ആ അമ്മച്ചിയുടെ ബോഡി മറ്റൊരു മുറിയിൽ കിടത്തിയിരിക്കുക. അങ്ങോട്ട് ചെന്ന് അവരുടെ ബോഡിയിൽ നിന്ന് ഈ മൊബൈൽ എടുത്ത് അതിലെ റിംഗ് ടോൺ ഓഫാക്കും. ഈ നേരത്ത് ആന്റിയുടെ സ്വരത്തിൽ പൈപ്പറിനെ ആരോ വിളിക്കുന്നുണ്ട്. പൈപ്പർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ആന്റിയുടെ സ്വരം കേട്ട് പൈപ്പർ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. ആന്റി ആണെന്ന് വിചാരിച്ച് പൈപ്പർ ഒലിവറെ തൊട്ടു നോക്കും. ഒലിവറെ തലയിൽ കാര്യമായ മുടിയില്ല. അവനാണ് ആന്റിയുടെ സ്വരത്തിൽ വിളിച്ചത്. പെട്ടെന്ന് ലോറ വന്നിട്ട് മോളെ നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കും. പൈപ്പർ പറയും ആന്റി എന്നെ വിളിച്ചതാ, അവന്റെ സ്വരം കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പൊ ലോറ ആന്റി ഇവിടെ ഇല്ല, അവൻ താഴത്തെ മുറിയില്ല, ഇത് ഒലിവറാണ്, വാ നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറയും. അപ്പൊ പൈപ്പറും അത് കേട്ടിട്ട് ലോറയുടെ കൂടെ താഴേക്ക് ഇറങ്ങിപ്പോന്നു. എന്നാൽ അവൾക്കൊരു സംശയമുണ്ട്, ഈ ലോറ പറയുന്നത് സത്യമാണോ, ലോറ എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്നുള്ള സംശയം. അതുകൊണ്ട് അവൾ ലോറയോട് ചോദിക്കും ഒലിവറിന്റെ മുടിയുടെ നിറം എന്താണ്, ഞാൻ മറന്നുപോയി, ഒന്നുകൂടെ പറയാൻ പറ്റുമോ എന്ന് അവൾ ലോറയോട് ചോദിക്കും. ലോറ പറയും ചുവന്ന കനമുള്ള ചുരുണ്ട മുടിയാണെന്ന്. എന്നാൽ തൊട്ടു നോക്കിയ പൈപ്പർക്ക് മനസ്സിലായിരുന്നു അത് മൊട്ടത്തലയാണ്, 4-5 കുറ്റിമുടിയുള്ളെന്ന്. സോ ലോറ പച്ചക്കള്ളം പറയാണ്. അവളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മുടെ പെണ്ണിന് മനസ്സിലായി. ഇവൾ ഉടനെ ലോറയുടെ കയ്യും തട്ടി മാറ്റി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. കഥവെല്ലാം അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങോട്ടും ഓടാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള മുറിയിലേക്ക് ഇവള് കടക്കും. എന്നിട്ട് ആ ഡോറ് ലോക്ക് ചെയ്യും. മെല്ലെ പുറകിലേക്ക് മാറുമ്പോഴായിരിക്കും നിലത്തൊരു ബോഡി കിടക്കുന്നതായിട്ട് ഇവൾക്ക് ഫീൽ ആവുക. തൊട്ട് നോക്കുമ്പോണ്ട് തന്റെ ചേട്ടന്റെ ബോഡി ആയിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക. അവൾ കരഞ്ഞുകൊണ്ട് ചേട്ടനെ വിളിക്കും. അവൻ എഴുന്നേൽക്കുന്നില്ല. പെട്ടെന്ന് ലോറ ആ കതവ് താക്കോലിട്ട് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞു. എന്നിട്ട് അവൾ ചോദിക്കും എന്താ മോളെ നിനക്ക് പറ്റിയത്, നീ എന്തിനാ എന്നെ കണ്ട് പേടിച്ചെന്ന്. അപ്പൊ പൈപ്പർ ചോദിക്കുകയാണ് എന്റെ സഹോദരൻ എന്താണ് പറ്റിയതെന്ന്. ലോറ പറയും ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, നീ വിഷമിക്കുമെന്ന് വെച്ചിട്ട് സമയം നോക്കി പറയാന്ന് വെച്ചതാ. ആന്റിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. പക്ഷെ നമുക്കെല്ലാം ശരിയാക്കാം, നമ്മുടെ കയ്യിൽ വഴിയുണ്ട്. കാരണം എനിക്കൊരു മാലാഖയെ അറിയാം, മരിച്ചവരെയും ജീവനോടെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മാലാഖയെ. ആ മാലാഖയാണ് ഇപ്പൊ ഒലിവറുടെ ശരീരത്തുള്ളത്. അത് കൂട്ടുണ്ടെങ്കിൽ നമുക്ക് ആന്റിയെയും തിരിച്ചു കൊണ്ടുവരാം. ഇപ്പോ ഞാൻ എൻ്റെ മോള് കാത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവളുടെ ആത്മാവ് നിന്റെ ശരീരത്ത് കയറും, നമുക്ക് അവളെ തിരിച്ചു കിട്ടും. നീയും അവളും ഒരുപോലെയാണ്. ഇതെല്ലാം കേട്ട് പൈപ്പർ പേടിച്ചിട്ട് ചോദിക്കുക നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ പോണേന്ന്. കാത്തി പറയും എന്റെ മോള് മരിച്ച അതേപോലെ ഞാനും നിന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാണെന്ന്. ഉടനെ പൈപ്പർ കയ്യിൽ കിട്ടിയൊരു ബോട്ടിലെടുത്ത് ഈ തള്ളയുടെ മോന്തയ്ക്കെറിഞ്ഞിട്ട് അവിടുന്ന് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കും. പക്ഷെ പാവം പെണ്ണ് കണ്ണ് കാണാത്തോണ്ട് കമ്പിയിലിടിച്ച് ബോധം കെട്ട് നിലത്തേക്ക് വീഴുക. ഈ തള്ള പൈപ്പറെ കാലിൽ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകുന്നു. അപ്പോഴേക്കും മഴ പെയ്ത് പൂൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ടാവും. അവിടെ തന്നെ സാത്താൻ കൂടിയ ഈ ഒലിവർ ചെറുക്കനും വയറൊക്കെ വീർപ്പിച്ച് നിൽപ്പുണ്ടാവും. ലോറ പൈപ്പറുടെ ശരീരം
വെള്ളത്തിലേക്ക് അമർത്തി ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. വെള്ളത്തിൽ മുങ്ങിയ പൈപ്പർ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയാണ്. എന്നാൽ ലോറ അവൾ എത്ര പെടഞ്ഞിട്ടും പിടിവിടുന്നില്ല. മരിക്കുന്നതുവരെ അവളെ വെള്ളത്തിലേക്ക് എന്നെ അമർത്തി പിടിച്ചോണ്ടിരിക്കുക. പെണ്ണ് സർവ്വശക്തി എടുത്ത് പെടയുന്നുണ്ട്. ഈ സാത്താനും ആ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോഴായിരിക്കും പൈപ്പർ ഈ തള്ളയുടെ മോന്തയ്ക്ക് മാന്തിയിട്ട് വെള്ളത്തിന് പുറത്തേക്ക് ചാടി വന്ന് അമ്മേ അമ്മേന്ന് പറഞ്ഞ് കരയുക. ഈ കരച്ചില് പൈപ്പറുടെ ശബ്ദമായിരിക്കില്ല ലോറ കേൾക്കുന്നു. ലോറയുടെ മകൾ കാത്തിയുടെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. അതായത് ശരിക്കും കാത്തിയുടെ ആത്മാവ് വന്നിട്ട് ഈ തള്ളയോട് പറയണം, എടി സൈത്താനെ വിട്ടുകള, നീ വലിയ പാപമാണ് ചെയ്യുന്നത്, ഇങ്ങനൊരു ആത്മാവ് തിരിച്ചു വരേണ്ട ആവശ്യമില്ല, വിട്ടുകളയെന്നും പറഞ്ഞ് കരയാണ്. തന്റെ മോളെ ശബ്ദം കേൾക്കുമ്പോൾ ലോറയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് താൻ ചെയ്യുന്നത് എന്തോ വലിയ തെറ്റാണെന്ന് മനസ്സിലായി. സ്വന്തം മോളെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയതായിട്ടാണ് ആ സ്ത്രീ ഫീൽ ചെയ്യുക. പെട്ടെന്ന് അവര് പൈപ്പറിനെ കെട്ടിപ്പിടിക്കും. മോളെ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ്. പൈപ്പർ ആവട്ടെ ലോറയെ തള്ളി മാറ്റിയിട്ട് എന്നെ വിട്ടുകളയെന്നും പറഞ്ഞ് അവിടുന്ന് എങ്ങനെയൊക്കെയോ പെടഞ്ഞ് പൂളിന്റെ പുറത്തേക്ക് ചാടി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ ഈ സൈത്താനുണ്ട്, എനിക്ക് കിട്ടിയ ആത്മാവിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് പൈപ്പറെ ചാടി കടിക്കാൻ നോക്കും. പൈപ്പർ ആവട്ടെ ഈ സൈത്താന്റെ കുംഭ വയറിനിട്ടൊരു ചവിട്ട് കൊടുത്തിട്ട് ഇവരെ പറമ്പിൽ നിന്ന് താഴത്തേക്ക് എടുത്തൊരു ചാട്ടം. ഈ ചാട്ടത്തിൽ തന്നെ അവൾ ആ ലൈൻ മറികടന്നിട്ടാണ് പോയി വീഴുക. സോ സാത്താന്റെ പിടിയിൽ നിന്ന് അവള് രക്ഷപ്പെട്ടു. പെണ്ണ് ഓടി റോഡിലേക്ക് എത്തുമ്പോൾ അതിലൂടെ ഒരു കാറ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇവള് കയ്യും കാലൊക്കെ കാണിച്ച് ആ കാറിന് മുന്നിൽ നിന്ന് കരയുമ്പോൾ അതിലുണ്ടായിരുന്ന യാത്രക്കാർ ഓടി വന്ന് ഈ പെൺകുട്ടിയെ പൊക്കിയെടുത്തോണ്ട് പോവാണ്. മോളെ നിനക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചിട്ട്. ഈ സമയത്ത് ലോറയാവട്ടെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന തന്റെ മോളുടെ ബോഡിയും എടുത്തിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചെല്ലും. ആ സമയത്ത് ലോറയുടെ കൈ മുറിഞ്ഞ ഭാഗത്തു നിന്നും രക്തം കാര്യമായിട്ട് വാർന്നൊലിക്കുന്നുണ്ട്. ഞരമ്പാണ് പൊട്ടിയിരിക്കുന്നത്. സോ അധികം വൈകാതെ ലോറയും മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ചെരുവിലേക്ക് വീണ ഒലിവർ ആ വരയും താണ്ടിയാണ് ചെന്ന് കിടക്കുക. സോ അവന്റെ ശരീരത്തുണ്ടായിരുന്ന സാത്താൻ അപ്പോൾ പുറത്തേക്ക് പോവാണ്. കുറെ നേരം കഴിയുമ്പോൾ പോലീസുകാർക്ക് ഈ പയ്യന്റെ ബോഡി കാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. പോലീസുകാരെല്ലാം ലോറയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ലോറ മോളെയും കെട്ടിപ്പിടിച്ച് സ്വിമ്മിംഗ് പൂളിൽ മരിച്ചു കിടക്കുകയായിരിക്കും. അവിടെ വെച്ചാണ് ബ്രിങ് ഹെർ ബാക്ക് എന്ന സിനിമ അവസാനിക്കുന്നത്. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.